കൊച്ചി ചുള്ളിക്കൽ നാഷണൽ സീ ഫുഡ്സിന് സമീപം രാമേശ്വരം കനാലിന് കുറുകെ കലുങ്ക് നിർമ്മിക്കണമെന്നത് പ്രദേശവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. ഡിവിഷൻ കൌൺസിലർ ബാസ്റ്റ്യൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ റോഡും കലുങ്കും നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡിവിഷൻ കൌൺസിലറുടെ ആവശ്യപ്രകാരം കൊച്ചി മേയർ വി.കെ. മിനിമോൾ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. ഡിവിഷൻ കൌൺസിലർ ബാസ്റ്റ്യൻ ബാബുവിന്റെ ഈ പരിശ്രമം വിജയിച്ചാൽ സാക്ഷാത്കരിക്കുന്നത് ഈ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളുടെ വലിയൊരു സ്വപ്നമായിരിക്കും. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. രാമേശ്വരം കനാലിന് കുറുകെയുള്ള ഈ കലുങ്ക് വളരെ ശോചനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് ആർജവമുള്ള ഭരണാധികാരികൾ ഉണ്ടാകണം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ കലുങ്കിലൂടെ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ കഴിയൂ. രോഗികളുമായി വരുന്ന ഒരു ആംബുലൻസിനോ അവശ്യ സാധനങ്ങളുമായി വരുന്ന ചെറിയ ലോറികൾക്കോ ഇവിടേക്ക് കടക്കാനാവില്ല. നസ്രത്ത് വാറു വൈദ്യർ റോഡിലേക്കുള്ള ഈ എളുപ്പവഴി സഞ്ചാരി യോഗ്യമാക്കണമെന്നത് നാടിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പ്രദേശവാസികളുടെ ഈ മുറവിളിക്ക് പരിഹാരവുമായാണ് ഡിവിഷൻ കൌൺസിലർ ബാസ്റ്റ്യൻ ബാബു രംഗത്തിറങ്ങിയത്. വികസന കാര്യങ്ങളിൽ മുൻപന്തിയിലുള്ള അദ്ദേഹം കൊച്ചി മേയർ വി.കെ. മിനിമോളെ നേരിട്ട് സ്ഥലത്തെത്തിച്ച് സാഹചര്യം ബോധ്യപ്പെടുത്തി. കലുങ്ക് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുമെന്ന് സന്ദർശന വേളയിൽ മേയർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത് ഒരു വളരെ ശോചനീയമായ അവസ്ഥയാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആവശ്യമാണത്. കാരണം എൻ്റെ വളരെ ചെറുപ്പം മുതൽ തന്നെ കാണുന്ന ഈ ഒരു അവസ്ഥ തന്നെ വളരെ അപകടകരമായ അവസ്ഥ. ഇപ്പം തന്നെ നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഈ ഒരു പാലത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. നിൽക്കാൻ തന്നെ നമുക്ക് പേടിയാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്ത് ഒരു കാറ് വന്ന് നേരെ കനാലിലേക്ക് പോയതാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ വീണിട്ടുണ്ട്, ഒരുപാട് ബൈക്ക് യാത്രികർ വീണിട്ടുണ്ട്. ഒരു കൈവരി പോലും ഇതില്ല. കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിൻ്റെ സൈഡൊക്കെ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ചെറിയ വർക്കല്ല, ഒരു അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വർക്കായതുകൊണ്ട് നല്ലൊരു കോർപ്പറേഷന്റെ ഭാഗത്ത് നല്ലൊരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർക്ക് നടക്കുകയുള്ളൂ. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജനകീയ പിന്തുണയോടെ വിജയിച്ച ബാസ്റ്റ്യൻ ബാബുവിന്റെ ഈ പരിശ്രമം വിജയിച്ചാൽ അത് ചുള്ളിക്കൽ മേഖലയിലെ ഏറ്റവും വലിയ വികസന നേട്ടമായി മാറും. കൊച്ചി നഗരസഭയിൽ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മികച്ച കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ബാസ്റ്റ്യൻ ബാബു തന്റെ ഡിവിഷനിലെ ജനകീയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ഥല പരിമിതി വളരെ കുറവാണ്. ഈ ഡിവിഷനിലെ സ്ഥലങ്ങൾ വളരെ കുറവാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ ഡിവിഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാന സൗകര്യം ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടുത്തെ ഈ ഒരു പ്രദേശത്ത് നമുക്കൊരു 1.25 കിലോമീറ്ററോളം നമുക്ക് തോട് ഈ ഡിവിഷനിലുണ്ട്, കനാലുണ്ട്. അതിൻ്റെ ശുചീകരണം, വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ഏറ്റവും പ്രധാനമായിട്ട് വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ട് ഒഴിവാക്കുക, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ജനകീയ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് വിജയിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തന്റെ തീരുമാനമെന്നും ബാസ്റ്റ്യൻ ബാബു മെട്രോ 7 ന്യൂസിനോട്. സാഹചര്യം വേറെ ഒന്നുമല്ല, നല്ലത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നല്ലത് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കപ്പെടില്ല. അത് നേതാക്കന്മാരുടെ മുമ്പിൽ അംഗീകരിക്കപ്പെടില്ല, അവരവിടെ ചവിട്ടി താഴ്ത്തും. പക്ഷെ ജനങ്ങൾ അംഗീകരിക്കും. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഡിവിഷനിൽ ഞാൻ ജയിച്ചത്. അതിന് നല്ലത് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെവിടെയെങ്കിലൊക്കെ എത്തുമെന്നുള്ളൊരു അവരുടെ ഒരു പേടിയാണ് എന്നെ വിമതനാക്കിയത്. കാരണം എന്നെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും നേതൃസ്ഥാനത്ത് നിന്ന് ഒരുപാട് അവഗണനകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം എനിക്കൊരുപാട് കാര്യങ്ങൾ എൻ്റെ ഡിവിഷനിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത് ഞാൻ ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ആ ഡിവിഷനിൽ നിന്ന് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട്, ഒരു ജനങ്ങളുടെ ഒരു അംഗീകാരം എന്നുള്ളത് എനിക്ക് കിട്ടിയത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്. കാരണം പറഞ്ഞാൽ ഈ 3 മുന്നണികളെയും നിലംപരിശാക്കിക്കൊണ്ട് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്. അതാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മറുപടി. അതാണ്. പഴയ കാലമൊക്കെ പോയി. പിന്നെ ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒന്നുമല്ല. ജനങ്ങൾക്ക് നല്ല ചെയ്യുന്നവർ ജനങ്ങൾ തിരഞ്ഞെടുക്കും. അതിൽ 100% ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരു ജനകീയ കൗൺസിലർ ഇനി നാളെ ഒരു ജനകീയ MLA ആയി മാറാനായിട്ടുള്ള ഒരു സാഹചര്യം ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുക്കും 100%. നമ്മൾ മാറി നിൽക്കില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മളത് 100% അത് സത്യസന്ധമായ ഒരു കൂടെ ഉണ്ടാവും. ഇന്നുവരെ ഞാൻ ചെയ്തേക്കുന്നത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.